മാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങൾ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ അമ്മയാണ്. നാം അവിടുത്തെ മക്കളും. മക്കൾ വഴിതെറ്റി അപകടത്തിൽ വീഴുന്നത് കണ്ടുകൊണ്ടിരിക്കുവാൻ സ്നേഹമുള്ള ഒരമ്മയ്ക്കും സാധിക്കില്ല. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ച് പീഡകൾ സഹിച്ച് കുരിശുമരണം വരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ഈശോ നമ്മോടൊപ്പമായിരിക്കുന്നതിനു വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തിൽ എഴുന്നള്ളി വരികയും ചെയ്യുന്നു. കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് തിന്മയിലൂടെ നടക്കുന്ന മനുഷ്യർ അതുവഴി നിത്യശിക്ഷയിലേക്ക് നിപതിക്കുന്നത് നോക്കി നിൽക്കുവാൻ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ സഹകാരിണിയായ പരിശുദ്ധ കന്യകാമറിയത്തിന് എങ്ങനെ സാധിക്കും? ലൂർദിലും ഫാത്തിമയിലും മാത്രമല്ല, ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് അമ്മയുടെ സഹായം ആവശ്യമുള്ളിടത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ട് പ്രായശ്ചിത്തത്തിനും പ്രാർത്ഥനയ്ക്കും ആഹ്വാനം ചെയ്യുന്നു. എവിടെ വീഞ്ഞ് ഇല്ലാതാകുന്നുവോ അവിടെ അമ്മ കടന്നു വരുന്നു. നമ്മെ സ്നേഹിക്കുന്ന സ്വർഗീയ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിൽ പ്രധാനപ്പെട്ടവയിലേക്ക് ഒന്നെത്തി നോക്കാം. കർമ്മല മാതാവ് 1251 ജൂലൈ മാസം 16 തീയതി അർദ്ധരാത്രി സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാനവഗണങ്ങളുടെ അകമ്പടിയോടുകൂടെ കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ട് കർമ്മല ഉത്തരീയം നൽകി. കർമ്മല മാതാവിൻ്റെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്നത് ജൂലൈ 16 തീയതിയാണ്. ലൂർദ് മാതാവ്. ഫ്രാൻസിലെ ലൂർദ് എന്ന ഗ്രാമത്തിൽ 1858 ബെർണദീത്ത എന്ന പെൺകുട്ടിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ലൂർദ് മാതാവിന്റെ തിരുനാൾ ഫെബ്രുവരി 11. ഫാത്തിമ മാതാവ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീകരയാതനകൾ ലോകരെല്ലാം അനുഭവിച്ചു കൊണ്ടിരുന്ന കാലത്ത് 1917 മെയ് 13 തീയതി ദൈവമാതാവ് പോർട്ടുഗലിലെ ഫാത്തിമയിൽ ലൂസി, ജസീന്ത, ഫ്രാൻസിസ് എന്നീ ഇടയ കുട്ടികൾക്ക് പ്രത്യക്ഷയായി. ഒക്ടോബർ മാസം വരെ ഓരോ മാസവും 13 മാതാവ് അവർക്ക് പ്രത്യക്ഷയായി. ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത് മെയ് 13 തീയതിയാണ്. വേളാങ്കണ്ണി മാതാവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മാതൃ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഉൽപ്പത്തിയെപ്പറ്റി ചരിത്രപരമായ തെളിവുകളില്ലെങ്കിലും ഏതാണ്ട് 16-17 നൂറ്റാണ്ടുകളിൽ സംഭവിച്ച 2 ദർശനങ്ങളാണ് ഇതിന്റെ സ്ഥാപന കാരണമായി തീർന്നത്. വേളാങ്കണ്ണി മാതാവിന്റെ തിരുനാൾ സെപ്റ്റംബർ 8. വല്ലാർപാടത്തമ്മ. ബന്ധന വിമോചകയായ ദൈവജനനിയുടെ ചിത്രത്തിന്റെ 7 പ്രതികൾ പോർച്ചുഗീസുകാർ 1524 കേരളത്തിലേക്ക് കൊണ്ടുവരികയും അവയിലൊന്ന് വല്ലാർപാടത്ത് സ്ഥാപിക്കുകയും പിന്നീടത് വല്ലാർപാടത്തമ്മ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. 2004 സെപ്റ്റംബർ 12 വല്ലാർപാടം പള്ളി ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. വല്ലാർപാടത്തമ്മയുടെ തിരുനാൾ സെപ്റ്റംബർ 24. കൊരട്ടിമുത്തി. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വടക്കേയറ്റത്ത് തൃശൂർ ജില്ലാ അതിർത്തിയിലാണ് കൊരട്ടി ഫൊറോന പള്ളി സ്ഥിതി ചെയ്യുന്നത്. കൊരട്ടിമുത്തി എന്ന പേരിലാണ് പരിശുദ്ധ കന്യകാമറിയം കൊരട്ടിയിലും സമീപ പ്രദേശങ്ങളിലും അറിയപ്പെടുന്നത്. കൊരട്ടിമുത്തിയുടെ മാധ്യസ്ഥ്യ ശക്തിയാൽ സംഭവിച്ചിട്ടുള്ളതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ അത്ഭുതങ്ങൾ നിരവധിയാണ്.
കൊരട്ടിമുത്തിക്കുള്ള നേർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൂവൻകുലയാണ്. കൊരട്ടിമുത്തിയുടെ തിരുനാൾ ഒക്ടോബർ 10 കഴിഞ്ഞുവരുന്ന ഞായറാഴ്ച. മാതാവ് ഗരബന്ധാളിൽ 1961 മുതൽ 1965 വരെ സ്പെയിനിലെ ഗരബന്ധാൾ എന്ന മലയോര ഗ്രാമത്തിലെ 4 പെൺകുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുകയും ലോകത്തിന് അടിയന്തര സന്ദേശങ്ങൾ നൽകുകയും ചെയ്തു. റോസാ മിസ്റ്റിക്ക മാതാവ്. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിനോടുള്ള അവതാൾ പ്രാർത്ഥനയിൽ നമ്മൾ പങ്കുചേരുകയാണ്. 1947 മുതൽ 1976 വരെ ഇറ്റലിയിലെ മോന്തേക്യാരി എന്ന സ്ഥലത്ത് പിയറീന ഗില്ലി എന്ന നേഴ്സിന് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങളാണ് റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ആ ഭക്തി ലോകമെങ്ങും പ്രചരിക്കുവാനിടയായത്. പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുസ്വരൂപത്തില് 3 റോസാ പുഷ്പങ്ങൾ നമ്മൾ കാണാറുണ്ട്. ആ 3 റോസാ പുഷ്പങ്ങൾ, ഒന്ന് വെള്ള റോസാ പുഷ്പവും, രണ്ടാമത്തത് ചുവന്ന റോസാ പുഷ്പവും, മൂന്നാമത്തത് സ്വർണ്ണ നിറമുള്ള റോസാ പുഷ്പവുമാണ്. പരിശുദ്ധാമ്മയെ പരിമളനാഥെ എന്ന തരത്തിലും ലോകമെങ്ങും അറിയപ്പെടുന്നുണ്ട്. കാരണം റോസാ പുഷ്പമായ പരിശുദ്ധ മറിയത്തിൽ നിന്ന് സുഗന്ധം പുറപ്പെടുന്ന അനുഭവം ഈ തിരുസ്വരൂപത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലും സുഗന്ധം പുറപ്പെടുന്ന അനുഭവം എല്ലാവർക്കും, വിശ്വാസികൾക്ക് അനുഭവവേദ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് റോസാ പുഷ്പം പോലെ തന്നെ പരിമളം പരത്തുന്ന മാതാവെന്നുള്ള അർത്ഥത്തിലാണ് പരിമളനാഥെ എന്നുള്ള വിളിയോടുകൂടി നമ്മൾ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യുന്നത്. പരിമളനാഥേ മാതാവേ, വാഴ്ത്തുന്നു നിൻ തിരുനാമം. റോസാ മിസ്റ്റിക്ക മാതാവേ, പാടുന്നു നിൻ സ്തുതിഗീതം. പരിമളനാഥേ മാതാവേ, പാടുന്നു നിൻ തിരുനാമം. റോസാ മിസ്റ്റിക്ക മാതാവേ, പാടുന്നു നിൻ സ്തുതിഗീതം. സർവ്വജനപദങ്ങളുടെയും നാഥ. ആംസ്റ്റർഡാമിൽ 1945 മുതൽ 60 പ്രാവശ്യം ഇഡാപ്പേർ ഡെമാൻ എന്ന ഭക്ത സ്ത്രീക്ക് സർവ്വജനപദങ്ങളുടെയും നാഥ പ്രത്യക്ഷപ്പെട്ടു. മാതാവ് കുരിശിനു മുമ്പിൽ നിൽക്കുന്നതായി കാണപ്പെടുന്നത് കുരിശുമായി അത്ര ദൃഢബന്ധവും വേദനാപൂർണമായ ഐക്യവും മാതാവിനുണ്ടായിരുന്നു എന്നതിന്റെ സൂചനയാണ്. കുരിശിനു മുമ്പിൽ നിൽക്കുന്ന മാതാവ് സഹരക്ഷകയും മധ്യസ്ഥയും അഭിഭാഷകയുമാണ്. പിതാവിന്റെ കൃപയും പുത്രന്റെ രക്ഷയും പരിശുദ്ധാത്മാവിന്റെ ശാന്തിയും മാതാവിലൂടെ നൽകപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ് കൈകളിൽ നിന്നുതിരുന്ന 3 കിരണങ്ങൾ. ഭൂഗോളത്തിന്മേൽ നിൽക്കുന്ന മാതാവ് എല്ലാ ജനതകളുടെയും നാഥയാണ്. ആടുകൾ ജനതകളെ സൂചിപ്പിക്കുന്നു. മാതാവ് മെഡ്ജുഗോറിയിൽ. യുഗോസ്ലോവിയയിലെ മെഡ്ജുഗോറി എന്ന സ്ഥലത്ത് 6 യുവാക്കൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. മാനവരാശിയെ ഈശോയിലേക്ക് നയിക്കുന്നതിനും ആത്മാക്കളെ നാശത്തിലേക്ക് നയിക്കുന്ന സാത്താന്റെ പരാക്രമത്തിനെതിരെ പ്രാർത്ഥനയിലൂടെ മുക്തി നേടുവാൻ മാനവരാശിയെ ശക്തമാക്കുന്നതിനും ഉതകുന്നതായ സന്ദേശങ്ങളാണ് അവിടെ മാതാവ് ആ യുവാക്കൾ വഴി ലോകത്തെ അറിയിച്ചുകൊണ്ടിരുന്നത്. അമ്മേ അമ്മേ തായേ, അമ്മയ്ക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു.
അമ്മേ അമ്മേ തായേ കണ്ണീർ കടലിൽ താഴുമ്പോൾ കയ്പു നീരു കുടിച്ചവനെ ഞാൻ ആരാധിക്കുന്നു.